ഗവർണർമാരെ മൊത്തത്തിൽ കോടതി വിമർശിച്ചിരുന്നു കഴിഞ്ഞ ദിവസം. ഇപ്പോ കേരള ഗവർണർ ആർലേക്കർ പറയുകയാണ്, കോടതികളിൽ എത്ര നാളുകൾ കൊണ്ട് ഫയലുകൾ കൂടിക്കിടക്കുന്നു, അക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കാതെ ഗവർണർമാർ ബില്ലുകൾ ഒപ്പിടുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാക്കാൻ കോടതിക്ക് എന്താണ് ഇത്ര തിടുക്കം? ഈ ചോദ്യത്തിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? ആ ചോദ്യത്തിന് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ കൂടുതലായിട്ടുള്ള പ്രസക്തിയുണ്ട്. പക്ഷേ എങ്ങനെയാണ് പ്രസക്തിയെ നമ്മൾ ഒരു സ്ഥലത്ത് കേന്ദ്രീകരിപ്പിക്കുക? ഗവർണർമാർ ഗവർണർമാരുടെ ചുമതല നിർവഹിക്കണം, കോടതി കോടതിയുടെയും ചുമതല നിർവഹിക്കണം എന്ന് പറഞ്ഞാൽ കോടതിയിലോ അതേപോലെ തന്നെ രാജ്ഭവനുകളിലോ ഒരു ഫയലും കെട്ടിക്കിടക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കോടതികളേക്കാൾ കൂടുതൽ അത് രാജഭവനുകളെയാണ് ബാധിക്കുക. കാരണം എന്താണ്? നമ്മുടെ നിയമസഭകൾ, നമ്മുടെ പാർലമെൻറ്റ്, ഇവരൊക്കെ പാസ്സാക്കുന്നതായിട്ടുള്ള ബില്ലുകൾ നിയമങ്ങളായിട്ട് വരണമെങ്കിൽ എന്തു വേണം? അതിൽ ഗവർണറുടെയോ അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെയോ ഒപ്പ് പതിയേണ്ടത് ആവശ്യമാണ്. അപ്പോൾ വളരെ നാളത്തെ ചർച്ചകൾക്ക് ശേഷം ആണ് ഒരു ബില്ല് ഗവർണറുടെ മുന്നിൽ എത്തിച്ചേരുന്നത്. അറിയാലോ, 3 വായനകൾ നിയമസഭകത്ത് നിർവഹിക്കപ്പെട്ടതിന് ശേഷമാണ് ഇത് ഒപ്പിടുന്നതിന് വേണ്ടി ഗവർണറുടെ അടുത്തേക്ക് എത്തിച്ചേരും. അങ്ങനെ എത്തിച്ചേരുന്ന സമയത്ത് ഗവർണർക്ക് അത് പഠിക്കാൻ 3 മാസത്തിൽ കൂടുതൽ എന്തിനാണ് സമയം? ഒരു ദിവസം 2 ദിവസം കൊണ്ട് തന്നെ പഠിച്ചു തീർക്കാവുന്നതാണ്. എന്തെങ്കിലും തരത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ഗൗരവമായിട്ട് അന്വേഷിക്കുകയും ആ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് പൂർത്തിയാക്കാൻ വേണ്ടി കുറച്ച് ദിവസം കൂടി ഉപയോഗിക്കാം. ഏറിയാൽ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച അല്ലെങ്കിൽ ഒരു മാസം. അതിൽ കൂടുതൽ എന്തിനാണ് ഒരു ബില്ല് ഒപ്പുവെക്കുന്നതിന് വേണ്ടിയിട്ട് ഗവർണർ കാത്തിരിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ലല്ലോ. കാരണം ഗവർണറല്ല ആത്യന്തികമായിട്ട് ആ ബില്ല് രൂപപ്പെടുത്തുകയും അത് സമൂഹത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവതരിപ്പിക്കുകയും ചെയ്യുന്നത് ആ നിയമസഭയാണ്. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതായിട്ടുള്ള ജനപ്രതിനിധികളാണ് അത് നിശ്ചയിക്കുന്നത്. അതിൽ ഔദ്യോഗികമായിട്ട് ഒപ്പുവെച്ച് അതിനെ നിയമമാക്കുക എന്ന് പറയുന്ന ഒരു മാത്രമാണ് യഥാർത്ഥത്തിൽ ഗവർണർക്കുള്ളതും അതുപോലെ രാഷ്ട്രപതിക്കുള്ളതും. അപ്പോൾ അതുകൊണ്ട് അവരവരുടെ ചുമതല നിർവഹിക്കട്ടെ. അവർ1 മാസത്തിനുള്ളിലോ അല്ലെങ്കിൽ കോടതി സൂചിപ്പിച്ച പോലെ 3 മാസത്തിനുള്ളിലോ ഇത് പൂർത്തിയാക്കി കൊടുക്കട്ടെ. ഇനി കോടതിയിൽ കെട്ടിക്കിടക്കുന്നതായിട്ടുള്ള കേസുകൾ ഗവർണർമാരും അതുപോലെ രാഷ്ട്രപതിയും പാർലമെൻറ്റും നിയമസഭയും മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും എല്ലാവരും കൂടി ചേർന്നിട്ട് കോടതിയിൽ ഈ കെട്ടിക്കിടക്കുന്നതായിട്ടുള്ള കേസുകളൊക്കെ എടുപ്പിച്ച് അത് വാദം കേട്ട് അത് വിചാരണ നടത്തി അതെല്ലാം ക്ലിയർ ചെയ്യട്ടെ. 2 സ്ഥലത്തും കെട്ടിക്കിടക്കുന്നതല്ല ശരിക്കും നമ്മുടെ ആവശ്യം. 2 സ്ഥലത്തും കെട്ടിക്കിടക്കാത്ത കെട്ടഴിച്ച് വിട്ട് എല്ലാം തുറന്നു വിട്ട് എല്ലാം പൂർത്തീകരിക്കലാണ് ചെയ്യേണ്ടത്. എന്നുവെച്ചാൽ കോടതിയിൽ കേസ് കെട്ടിക്കിടക്കാൻ പാടില്ല, രാജഭവനിലും ഫയലുകൾ കെട്ടിക്കിടക്കാൻ പാടില്ല. ഇതാണ് ജനങ്ങളുടെ ആവശ്യമാണ്, നമ്മൾ ആവശ്യപ്പെടുന്നതാണ്. ഇവരെന്തിനാണ് ഇതിനെ ന്യായീകരിക്കാൻ നടക്കുന്നത്? ഗവർണറായാലും അതേപോലെ തന്നെ കോടതിയായാലും കോടതി തീർച്ചയായിട്ടും ഉത്തരം പറയണം, എന്തിനാണ് കേസ് ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുള്ളത്. അതിന് ഉത്തരം കണ്ടെത്തുകയും എല്ലാ കേസുകളും പെട്ടെന്ന് ഡിസ്പോസ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കും. രാജ്ഭവനുകളും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അതല്ലാതെ കോടതിക്ക് കെട്ടിക്കിടത്താം, ഞങ്ങൾക്ക് കെട്ടിക്കിടത്തിയാൽ എന്താ കുഴപ്പം എന്ന ചോദ്യം വളരെ നെഗറ്റീവ് ഫ്രെയിമിൽ നിന്നുള്ള ചോദ്യമാണ്. അത്തരം ചോദ്യങ്ങളെല്ലാം ഗവർണർമാർ ചോദിക്കേണ്ടത്. ആർലേക്കർ ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല അതിനോട് പ്രതികരിക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ കൊടുക്കുന്ന ബില്ലുകൾ അതിൽ ക്രമക്കേടുകൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ ബില്ലുകളിൽ ഇനിയും പഠിക്കേണ്ടതുണ്ട്, അത് അത്രത്തോളം ശരിയായ കാര്യങ്ങളല്ല അതിൽ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും ഈ ആരിഫ് മുഹമ്മദ് ഖാനൊക്കെ വന്നതിന് ശേഷമാണ് ഈ ബില്ല് ഒപ്പിടാത്തതും രാഷ്ട്രപതിക്ക് അയക്കുന്നതുമായുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങുന്നത്. അതിന് മുൻപുണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ചിലപ്പോൾ അത് കൃത്യമായി ആ ബില്ല് ഒപ്പിടാൻ കഴിയാത്ത സാഹചര്യം വന്നാൽ ഗവർണർമാർ എന്താണ് ചെയ്യേണ്ടത്? അല്ല, ഭരണഘടന കൃത്യമായിട്ട് അതിനെ അവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടല്ലോ. അവർ പഠിച്ചിട്ട് അവർക്ക് ബോധ്യം വന്നില്ലെന്ന് പറഞ്ഞാൽ അവർ തിരിച്ചയക്കുക. അതാണ് അവർ ചെയ്യേണ്ടത്. നിയമസഭ പാസ്സാക്കിയ ഒരു ബില്ല് ഗവർണറുടെ മുന്നിൽ വന്ന് ഗവർണർ അതൊക്കെ പഠിച്ചു, ഗവർണർക്ക് തോന്നിയ തൃപ്തിയല്ല, ഗവർണർക്ക് തിരിച്ചയക്കാം. നിയമസഭയിലേക്ക് വീണ്ടും അത് തിരിച്ചു വരും. നിയമസഭയിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും അതിനെക്കുറിച്ചുള്ള ചർച്ചയും അതിന് തീരുമാനം ഉണ്ടാവുകയും വീണ്ടും ആ ബിൽ ഗവർണറുടെ മുന്നിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ ഭരണഘടന പറഞ്ഞിരിക്കുന്നത് എന്താണ്? അങ്ങനെ നിയമസഭ രണ്ടാമത് ഗവർണറുടെ മുന്നിലേക്ക് അത് പാസ്സാക്കി എത്തിച്ചാൽ വേറെ കാര്യങ്ങൾ ഗവർണർ ആലോചിക്കേണ്ട ആവശ്യമില്ല, ഒപ്പിട്ട് കൊടുത്താൽ മതി. ഗവർണറുടെ ചുമതലയാണ്. ഓരോരുത്തർക്കും ഓരോ ജോലിയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് പ്രശ്നം തോന്നിയാൽ അത് തിരിച്ചയക്കണം. ഇവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവർ തിരിച്ചയക്കില്ല. ഇവരെടുത്ത് മേശയ്ക്കകത്ത് വെക്കും, അല്ലെങ്കിൽ അരയ്ക്കകത്ത് വെക്കും, അല്ലേ? കഴിഞ്ഞ ദിവസം നമ്മളുടെ തമിഴ്നാട് ഗവർണർ പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞ വാചകം ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി. അദ്ദേഹം പറഞ്ഞ, ഞാനൊരു ബില്ലിൽ ഒപ്പുവെച്ചില്ല എങ്കിൽ
ആ ബില്ല് മരിച്ചതായി നിങ്ങൾ കണക്കാക്കിയാൽ മതി എന്നാണ് പറഞ്ഞത്. ആരാണ് ഈ ഗവർണർ? ഇയാൾക്ക് എന്താ കാര്യം അങ്ങനെയൊക്കെ ഇരുന്ന് സംസാരിക്കാനായിട്ട്? ബില്ല് പാസ്സാക്കുന്നത് നിയമസഭ എന്ന് പറഞ്ഞാൽ അത് ഏത് പാർട്ടിയുടെയും ആകാം. പാർട്ടികൾ വ്യത്യസ്തമാകാം. ചിലപ്പോൾ കോൺഗ്രസ് ആകാം, ചിലപ്പോൾ DMK ആകാം, അല്ലെങ്കിൽ CPM ആകാം, അല്ലെങ്കിൽ BJP ആകാം. പക്ഷേ ഇവരെയൊക്കെ ജനങ്ങളാണ് തിരഞ്ഞെടുത്ത് വിടുന്നത്. അങ്ങനെ ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിടുന്ന ജനപ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നതായിട്ടുള്ള ബില്ല് ഏത് പാർട്ടിയുടെ ആയാലും അതൊക്കെ തടഞ്ഞു വെക്കാനായിട്ട് ഈ ഗവർണർമാർക്ക് എന്താ അധികാരം? ഗവർണർ ആരാണ്? ഗവർണർ യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞയക്കുന്ന ഒരു പ്രതിനിധിയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മാത്രമല്ല, നമ്മൾ കണ്ടിട്ടില്ല എത്ര കാലമായിട്ടുണ്ട് ഈ ഗവർണർമാരെന്ന് പറഞ്ഞാൽ എല്ലാം രാഷ്ട്രീയ പാർട്ടികൾക്കകത്ത് പ്രവർത്തിച്ച് വയസ്സായി വരുന്ന ആളുകളാണ്. വയസ്സാവാത്ത ഒരു ഗവർണറെ കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ വയസ്സായ ജീവിതകാലത്ത് സായാഹ്ന കാലത്ത് വിശ്രമിക്കാനായിട്ടുള്ളൊരു ലാവണം തേടി നടക്കുന്നതായിട്ടുള്ള രാഷ്ട്രീയ ഭിക്ഷാന്തേഹികളാണ് സത്യത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഗവർണർമാരായി വരിക. പണ്ടും ഇപ്പോഴും അങ്ങനെയാണ്. അതിൽ വ്യത്യാസം വരുന്നത് ഇപ്പോൾ വ്യത്യാസം എന്താണ്, നമ്മൾക്ക് ആരിഫ് ഖാൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഭയങ്കരമായ ബഹളങ്ങളൊക്കെ ഉണ്ടാക്കി, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. നമ്മുടെ തെരുവുകളെയൊക്കെ തന്നെ വെച്ചാൽ ഡ്രാമ ഷോ നടക്കുന്നത് പോലെ ഉള്ള അവസ്ഥകൾ സൃഷ്ടിച്ചു. ആളുകളൊക്കെ അതിനകത്ത് ഹരം കൊണ്ടു. പക്ഷേ ഈ ഭരണഘടനാപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ. ഈ ബില്ലെന്തിനും ഇവർ താമസിപ്പിക്കുന്നത്? ഇവർക്ക് തിരിച്ചയക്കാമല്ലോ. അവർ തിരിച്ചയച്ചപ്പോൾ ബില്ല് പാസ്സാക്കപ്പെടേണ്ടതല്ലേ, അല്ലാണ്ട് ഇങ്ങനെ കെട്ടിക്കിടന്ന്. അല്ലെങ്കിൽ മലയാള ഭാഷാ സംബന്ധമായിട്ടുള്ളൊരു ബില്ല് ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് കാലമായി, 10 വർഷത്തിലധികമായെന്ന് എനിക്ക് തോന്നുന്നത്. അതവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. എന്തിനാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്? ഇതിനെന്ത് ഒരു ഉത്തരവില്ലേ ശരിക്കും പറഞ്ഞാൽ? അപ്പോൾ ഉത്തരങ്ങളുണ്ടാവണം. ആ ഉത്തരങ്ങളെന്ന് പറയുന്നത് നടപടിക്രമം പൂർത്തീകരിക്കുന്നതിലൂടെ മാത്രമേ നിർവഹിക്കപ്പെടുകയുള്ളൂ. കെട്ടിക്കിടക്കുക എന്ന് പറയുന്നതിനോട് നമുക്കൊരിക്കലും യോജിക്കാൻ പാടില്ല. കോടതിയിൽ കേസ് കെട്ടിക്കിടക്കുന്നതിനോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. എത്രയോ മനുഷ്യരുടെ ജീവിതമാണ് ഇങ്ങനെ ഈ കോടതിയിൽ കെട്ടിവെച്ചിരിക്കുന്നതായിട്ടുള്ള ഫയലുകൾക്ക് ഇരുന്ന് തുരുമ്പിച്ച് പൊടിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും കോടതികളിൽ കേസ് കെട്ടിക്കിടക്കുന്നതിനെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. ആ അർത്ഥത്തിൽ ആർലേക്കറുടെ വാചകത്തെ നമുക്ക് സ്വീകരിക്കാം. പക്ഷേ അവിടെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് ഇവിടെയും കെട്ടിക്കിടത്താം എന്ന രീതിയിൽ നമുക്ക് സ്വീകരിക്കാനായിട്ട് പറ്റില്ല. നമ്മൾ പൊതുവെ ഇവരുടെ എല്ലാവരോടും ആവശ്യപ്പെടുന്നത്, നമ്മൾ ലക്ഷക്കണക്കിന് രൂപ ഇവർക്ക് ശമ്പളം കൊടുക്കുന്നതാണ്. ഗവർണർക്കായാലും അതേപോലെ ജഡ്ജിക്കായാലും ഇവരവരുടെ പണി ചെയ്യട്ടെ, സമയത്തിന് ഈ കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കട്ടെ, സമയബന്ധിതമായിട്ട് എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്ന തരത്തിലേക്കുള്ളൊരു കാഴ്ചപ്പാടിലേക്കാണ് എല്ലാവരും വരേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. കോടതിയും വരണം, അതേപോലെ തന്നെ രാജ്ഭവനും വരണം. എല്ലാ മേഖലയിലും നമ്മൾ ആവശ്യപ്പെടുന്നത് കാര്യക്ഷമതയും അതേപോലെ ആത്മാർത്ഥതയും ആണ്. രാഷ്ട്രീയം എന്ന് പറയുന്നത് മറ്റൊരു കാര്യമാണ്. കക്ഷി രാഷ്ട്രീയം എന്ന് പറയുന്നത് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ചട്ടുകങ്ങളായി ജഡ്ജി മാറുന്നത് ശരിയല്ല, ഗവർണർ മാറുന്നത് ശരിയല്ല, ആദ്യം മാറുന്നത് ശരിയല്ല. കാരണം അവർക്കൊക്കെ ഒരു പ്രത്യേക ഉത്തരവാദിത്വം ഇന്ത്യയുടെ ഭരണഘടന നിർവഹിക്കാനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ജഡ്ജിക്കൊരു ചുമതലയുണ്ട്, അതേപോലെ തന്നെയാണ് ഗവർണർക്കൊരു ചുമതലയുണ്ട്. ഇവരൊക്കെ നമ്മൾ വളരെയധികം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നത് ഭരണഘടന അവർക്ക് നൽകുന്നതായിട്ടുള്ള ഏറ്റവും ഉയർന്ന പദവിയുടെ അടിസ്ഥാനത്തിലാണ്. ആ പദവിക്കനുസരിച്ച് അവർ പ്രവർത്തിക്കുകയും നമ്മളെ അവർ കൂടുതൽ പ്രകാശിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം.